ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും ഇപ്പം സമൂസയെല്ലാം പുറത്തുനിന്നായിരിക്കും കൂടുതൽ പേരും വാങ്ങുന്നത്. വീട്ടിൽ ഉണ്ടാക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് ഭയങ്കര പണിയാന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സമൂസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അധിക പേരും സമൂസയുടെ ഷീറ്റിൽ റെഡിമെയ്ഡ് തന്നെ പുറത്തുനിന്ന് വാങ്ങലായിരിക്കും. അപ്പോൾ ഞാനിതാ ഇവിടെ ഉണ്ടാക്കിയെന്ന് ഇപ്പം എനിക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു 10-15 ആ ഒരു ഇതിലേ വേണ്ടു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുഴച്ചെടുക്കാം, നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. ഷീറ്റാകുമ്പോൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും, അത് പെട്ടെന്ന് കേടാവുകയും ചെയ്യും. അതിനേക്കാളും നല്ല നമ്മൾ വീട്ടിൽ തന്നെ ആക്കുന്നതാണ്. ഇതിപ്പോൾ ഞാനിതാ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. ഞാൻ ഒരു 1.5 കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും വെള്ളം ഇതാക്കിയിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഞാനതിലേക്ക് ഡാൽഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാൽഡ ഉരുക്കിയതാണ്, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാകുമ്പം കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഇതാ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന ആ രൂപത്തിൽ തന്നെ കുഴച്ചെടുക്കേണ്ടത്. ഇത് ഞാൻ ഈ രീതിയിലാണ് കുഴച്ചെടുത്തത്. അപ്പോൾ ഇതിനെ ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിന് വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടി ഞാൻ ഇതാ പച്ചക്കടല എടുത്തിട്ടുണ്ട്, ഗ്രീൻ പീസ് എന്ന് പറയും. ഞാൻ ഒരു ഏകദേശം ഒരു അരക്കപ്പായിരിക്കും ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടി വെച്ചാൽ അതുപോലെ എടുക്കാം. മസാല നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കേണ്ടത്. പിന്നെ ഇത് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ നോമ്പിൻ്റെ ആ സമയത്ത് അത് തയ്യാറാക്കുന്നെങ്കിൽ രാവിലെങ്കിലും ഇട്ട് വെച്ചാൽ മതി. പിന്നെ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് ഇത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്, ഒരു ബീൻസ്, ഒരു സവാള, ചെറിയൊരു സവാള ഫുൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് കടല പിന്നെ വേവിക്കാൻ വെക്കണം. കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഒന്ന് വേവിക്കാൻ വെക്കണം. പിന്നെ ഇതാ ഞാൻ പച്ചമുളക് 2 എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അതുപോലെ കൂട്ടിയും കുറച്ചും എടുക്കാം. ഇനി പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഇതെല്ലാം വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതിലേക്ക് ഞാൻ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് പച്ചമുളക്, ഇഞ്ചിയും ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുങ്ങനെ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എണ്ണയിൽ തന്നെ ഇത് വേവിച്ച് കിട്ടും. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാകുമ്പം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കൂടി വന്നൊരു 10 മിനിറ്റ് അത്രേ ടൈം എടുക്കുമല്ലോ. ഇതുപോലെ ഉണ്ടാക്കാത്തവരെന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് എന്താ പറയുക, എപ്പോൾ നമ്മൾ ഇറച്ചിനെ കൊണ്ട് സമൂസ കഴിക്കലധികവും. ഇപ്പോൾ പുറത്തുനിന്നായാലും ചിക്കൻ്റെയാണ് അധികം സമൂസ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ വെജിറ്റേറിയൻ്റെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല നമ്മളെ ഹെൽത്തിനും നല്ലതാണ്, അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ആ കടല ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കിയ ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വെക്കാം. അങ്ങനെയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിർബന്ധമില്ല, ഓപ്ഷൻ മാത്രമാണ്. ഇതും കൂടി ഇടുമ്പം ഒരു ടേസ്റ്റാണ്. മാറ്റി വെക്കാം. ഇനിയിപ്പോൾ സമൂസ ആക്കിയെടുക്കണം. അതിന് വേണ്ടി നേരത്തെ കുഴച്ച് വെച്ച മൈദ എടുത്തിട്ടാകുമ്പോൾ ഓരോ ഉണ്ടകളാക്കി പരത്തിയെടുക്കണം. ഏറ്റവും കുറച്ച് റിസ്ക്കുള്ള പണി ഇതാണ്, നമുക്ക് ഈ പരത്തിയെടുക്കൽ. അപ്പം പരത്താൻ ഇഷ്ടമുള്ളവർക്ക് നല്ല സിമ്പിളായിരിക്കും ഇത്. നല്ല നേരിയ രീതിയിൽ തന്നെ പരത്തിയെടുക്കണം. നമുക്ക് എത്ര നൈസാക്കി പരത്താൻ പറ്റുമോ അത്രയും നൈസാക്കിയാൽ നല്ലതാണ്. തൊലി അത്ര കട്ടിയായി തോന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലായിട്ടെങ്കിലും ഏതോ ഒരു ഷേപ്പിലായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരിക്കൽ പരത്തി കഴിഞ്ഞാൽ ഒരു 3 ഷീറ്റ് എന്തായാലും കിട്ടും. നമ്മൾ സാധാ സമൂസ ഷീറ്റ് അതുപോലെ ഷീറ്റ് എടുത്ത് ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 രീതി കാണിക്കുന്നുണ്ട്. ഒന്നിതാ ഇതുപോലെ മടക്കി എടുത്തിട്ടാകുമ്പോൾ ഞാൻ മടക്കുന്ന പോലെ നോക്കി മടക്കിയിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ആക്കി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടാകുമ്പം സിമ്പിളാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതെല്ലാവർക്കും അറിയായിരിക്കും.
ഫില്ലിങ്ങെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടാകുമ്പം അതിലേക്ക് ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ആക്കിയാൽ മതി. എന്നാലേ സമൂസയുടെ ഒരു ആകൃതി വരുള്ളൂ. പിന്നെ ഇങ്ങനെ ആക്കാൻ അറിയാത്തവർക്ക് സമൂസയുടെ അച്ചുണ്ട്, അതിലെളുപ്പമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സമൂസയുടെ അച്ചാന്ന് ഇത് നമുക്ക് സിമ്പിളാണ്. പരത്തി വെച്ചത് അങ്ങനെ തന്നെ ഇതിൽ വെച്ച് കൊടുത്താൽ മതി നീളത്തിൽ. പിന്നെ അതിൻ്റെ നടുക്ക് പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നമ്മൊന്ന് കൈയോടെ പ്രസ്സാക്കി കൊടുത്തിട്ട് അത് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം സമൂസയുടെ ഇത് തന്നെ ആയിട്ടുണ്ടാവും. വളരെ എളുപ്പമാണ് ഈ അച്ച്. അഥവാ ഈ അച്ചുങ്ങളെ കൈമേലില്ലെങ്കിൽ പുറത്ത് പോയാലും മാർക്കറ്റിൽ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതുണ്ടാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വേഗം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൈയോട് മടക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ സിമ്പിളായി. അപ്പം ഇതുപോലെ ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് വാങ്ങി വെക്കാം. ഇതാക്കുന്നവരും തന്നെ എണ്ണയിൽ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പറ്റിപ്പിടിക്കൽ തൊലി. അപ്പോൾ ഇതാ ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്കെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്കെല്ലാം കാണിക്കാൻ പറ്റിയിട്ടാണ്, പരത്തലും ഇടലും ആയതുകൊണ്ട്. അപ്പം ഞാനിതാ ഇടുന്നതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇഫ്താറിനെല്ലാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.